ഗൈസ് ഞങ്ങൾ ഹനാൻ ഷായ കാണാൻ പോവാ. അതെ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഹനാൻ ഷായെ കാണാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇന്ന് കോളേജിൽ വിക്ടോറിയ ഡേ ആണ്, ഹനാൻ ഷായാണ് ഗസ്റ്റ് എന്നൊക്കെ. കൃത്യം 2 മണിക്ക് ഹനാൻ ഷാ വരും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. 2 മണി എന്ന് പറഞ്ഞാലും പരിപാടിയൊക്കെ തുടങ്ങാൻ 2:30 ആവുമല്ലോ, അതാണല്ലോ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് 2 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. ഇറങ്ങി വന്നപ്പോഴേ കുറച്ച് പിള്ളേരും ഉണ്ട്, പോലീസുകാരും വണ്ടികളും ഒക്കെ കിടപ്പുണ്ട്. ഞങ്ങൾ നേരെ ചെന്ന് ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹനാൻ ഷാ വന്നു. ഹനാൻ ഷാ വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ചെന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ നിന്നെ അവിടെ ചെന്ന് എനിക്ക് ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ഉന്തും തള്ളും ഒക്കെ ആയിരുന്നു. ഹനാൻ ഷാ വന്നിട്ട് ഇപ്പൊ അങ്ങ് പോവേ, എനിക്ക് എന്തേലും പറ്റിയ ഞാൻ തന്നെ നോക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് ബാക്കിൽ പോയി കിട്ടുന്നതാവട്ടെ എന്നും വിചാരിച്ചു. ഹനാൻ ഷാ വന്ന് സ്റ്റേജിൽ കയറിയത് മഴ പെയ്യാൻ തുടങ്ങി. ഞാനാണെങ്കിലോ രാവിലെ ഒരു വൈറ്റ് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടാ പോയത്. മഴയത്ത് അത് വിട്ടുകൊണ്ട് നിൽക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് നേരെ ഹോസ്റ്റലിൽ നിന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വന്ന് ഏറ്റവും ഫ്രണ്ടിൽ പോയി ഫുൾ മഴയെന്നാണ് ഞാൻ പരിപാടി ഫുൾ കണ്ടത്. കുറെ പേരൊക്കെ കൊടയും പിടിച്ചാൽ നിന്ന് മഴയൊന്ന് ചെറുതായിട്ട് തോന്നപ്പോഴത്തേക്കും പരിപാടി തുടങ്ങി. മഴ വന്നും പോയാണെന്ന് എത്ര മഴ പെയ്താലും ആരും വീട്ടിൽ പോകാൻ റെഡിയല്ലായിരുന്നു. ഹനാൻ ഷായെ വീട്ടിൽ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു DJ പ്രോഗ്രാം കഴിഞ്ഞാൽ എല്ലാരും വീട്ടിൽ പോയത്. ഹനാൻ ഷാ വന്നത് മഴയത്തായതുകൊണ്ട് ചിറാപുഞ്ചി മഴയത്തും കൂടി പാടിയിട്ടാണ് പോയത്.